സോ ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. നമുക്ക് നമ്മളുടെ ഇൻപുട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ആവുന്നത് എവിടെയായിരിക്കും? അത് വിക്ടിമിൻ്റെ സൈഡിലായിരിക്കും. ഇത് നോക്കൂ, നമ്മളുടെ മെഷീനിലോട്ട് വിക്ടിമിൻ്റെ മെഷീൻ്റെ കമ്മ്യൂണിക്കേഷൻ വന്നിരിക്കുകയാണ്. ഹേ എവരിവൺ, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഇതിൻ്റെ ഹാക്കിംഗ് ഫ്രം സീറോ ടു ഹീറോ ലെവൽ എന്ന പ്ലേലിസ്റ്റിൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഞാൻ ഉൾപ്പെടുത്തുന്ന വീഡിയോയാണ്. മുമ്പുണ്ടായിരുന്ന വീഡിയോയിൽ നമ്മൾ എന്താണ് പ്രിവിലേജ് എസ്കലേഷൻ എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വിക്ടിമിൻ്റെ അക്കൗണ്ടിലേക്കോ മെഷീനിലേക്കോ ഒരു ഹാക്കർ ഗെയിൻ ചെയ്തതിന് ശേഷം അവർക്ക് അഡ്മിൻ ലെവൽ പ്രിവിലേജ് കിട്ടണം, അല്ലെങ്കിൽ ഒരു റൂട്ട് ലെവൽ പ്രിവിലേജ് കിട്ടണം. ഇതിനു വേണ്ടി അവർ ചെയ്യുന്ന ഓപ്പറേഷനാണ് പ്രിവിലേജ് എസ്കലേഷൻ. ഇവിടെ അഡ്മിൻ ലെവൽ യൂസർ അക്കൗണ്ട് കിട്ടുന്നതിലൂടെ അവർക്ക് ആ മെഷീനിൽ എന്ത് വേണം ചെയ്യാനുള്ളൊരു പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ പ്രിവിലേജ് എസ്കലേഷൻ്റെ പ്രാക്ടിക്കലിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയറിറ്റിക്കൽ കണ്ടൻ്റാണ്. ഇതിലൂടെ മാത്രമേ നമുക്ക് പ്രാക്ടിക്കലിന് വേണ്ടിയുള്ള കണ്ടൻസ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ചില സ്റ്റെപ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള നമ്മൾ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള വീഡിയോ പ്രാക്ടിക്കൽ സെഷനിൽ ഇതൊക്കെ റീകോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഇത് നിങ്ങളുടെ സൈബർ സെക്യൂരിറ്റി കരിയറിൽ നിങ്ങൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഭാഗങ്ങളുമാണ് ഈ പറയുന്നത്. പിന്നീട് വരുന്ന 2 വീഡിയോസിൽ നമ്മൾ വിൻഡോസിനെ ബേസ് ചെയ്തും ലിനക്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രിവിലേജ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പഠിക്കും. അപ്പോൾ നമുക്ക് നേരെ കണ്ടന്റിലോട്ട് കടക്കാം. ഇത് നമ്മളുടെ ട്രൈ ഹാക്ക് മിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സെഷനാണ്. ഇതിൽ പ്രാക്ടിക്കലും തിയറിയുമുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ടോപ്പിക്കാണ്. ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രിവിലേജ് എക്സ്പ്രഷന് വേണ്ടിയിട്ടുള്ള പല കമ്പോണൻസും ടേംസ് ആൻഡ് ടെർമിനോളജീസും മനസ്സിലാകും. സോ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഇതൊക്കെ റീകോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പ്രിവിലേജ് എസ്കലേഷൻ എന്ന്. അതിന് മുമ്പായിട്ട്, ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: ഷെൽ. ഇനിയുള്ള ടോപ്പിക്കിൽ നമുക്ക് ഷെൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളുടെ ലിനക്സ് മെഷീനുമായിട്ടോ അല്ലെങ്കിൽ വിൻഡോസ് മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ഷെല്ലിൻ്റെ ആവശ്യമുണ്ട്. പ്രീവിയസ്ലി നമ്മൾ പ്രാക്ടിക്കൽ ചെയ്തപ്പോൾ മെട്രോപെറ്റലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ഷെല്ലാണ്. സോ നമുക്ക് എന്താണ് ഷെല്ലെന്ന് ഒന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് ഷെൽ ഇൻ ആർക്കിടെക്ചർ എന്ന് സെർച്ച് ചെയ്യുകയാണ്. സോ ഞാനിവിടെ ഷെൽ ഇൻ സിസ്റ്റം ആർക്കിടെക്ചർ എന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു ഡയഗ്രമാണിത്. ഇത് നോക്കൂ, നമ്മളിപ്പോൾ കാണുന്നത് ഒരു ലിനക്സ് ആർക്കിടെക്ചറാണ്. ഇത് നോക്കുമ്പോഴത്തേന് ഇവിടെ നോക്കൂ, ഹാർഡ്വെയർ, കേർണൽ, അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലെയർ പോകുന്നു. അതിനെ നമ്മൾ ഷെല്ലെന്ന് വിളിക്കുന്നു. സോ ഇതിനെയാണ് നമ്മൾ ഷെല്ലെന്ന് ഇതിന് ഷെല്ലെന്ന് പേര് കൊടുക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം ഈ ഒരു ലെയറിനെ കവർ ചെയ്തുകൊണ്ടാണ് ഇത് പോകുന്നത്, ഈ ലെയർ പോകുന്നത്. ഇതാണ് ഷെല്ലെന്ന് പറയുന്ന ലെയർ. സോ നമുക്ക് വേണ്ടതും ഇതേ ഷെല്ല് തന്നെയാണ്. സോ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് എന്താണ് ഷെൽ, എന്താണ് ഷെല്ലിൻ്റെ ഉപയോഗം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ മെട്രോപെറ്റൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ഷെല്ലാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ അബൌട്ട് ദിസ് കോർ. സോ വാട്ട് ഈസ് ഷെൽ? It's a core. A shell is a command interpreter. It is a middleman between you and the operating system kernel. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഇൻ്റർപ്രറ്റർ ആണെന്നും ഇത് യൂസർക്കും അതേപോലെ തന്നെ ഒ എസിനും ഇടയ്ക്കുള്ളൊരു മിഡിൽ മാൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഈ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മളുടെ ലിനക്സ് ഒ എസിൻ്റെ ആർക്കിടെക്ചർ. നമ്മളിപ്പോൾ വായിച്ച സെൻറ്റൻസിൽ പറഞ്ഞത് ഒരു യൂസർക്കും അതേപോലെ തന്നെ ഒ എസിനും മിഡിൽ മാനായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ ഷെൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കി, ഇതാണ് നമ്മളുടെ യൂസർ. സോ യൂസർ ഇൻട്രാക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. എന്നാൽ ഹാർഡ്വെയറും അതേപോലെ കേർണൽ, ഒ എസ് കേർണലൊക്കെ ഉള്ളത് ഇവിടെയാണ്. എന്നാൽ ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് ലെയർ പോകുന്നുണ്ട്. ആ ലെയറിൻ്റെ പേരാണ് ഷെൽ ലെയർ. നമുക്ക് ഈ ചിപ്പിക്കൊരു ലെയർ ഉള്ള പോലെ അല്ല ഷെല്ലുള്ള പോലെയാണ് ഇത്. സോ ഈ ഒരു ഇന്നർ കോറിനെ കവർ ചെയ്തുകൊണ്ടാണ് ഷെൽ പോകുന്നത്. ഇവിടെ ഈ ആപ്ലിക്കേഷൻസിനൊന്നും തന്നെ കേർണലെ ഡയറക്റ്റ് ആക്സ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഷെല്ല് വഴി ഇതിനെയൊക്കെ ആക്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് യൂസർ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ അത് പാസ് ചെയ്ത് പോകുന്നത് ഏത് വഴിയാണ്? ഷെല്ല് വഴിയാണ്. സോ അതുകൊണ്ടാണ് ഇതൊരു മിഡിൽ മാൻ എന്ന് പറയാനുള്ള കാരണം. ഹാക്കിങ്ങിൽ ഒരു ഷെല്ല് കിട്ടുക എന്ന് വെച്ചാൽ ഒരു യൂസർക്ക്
ഒരു വിക്ടിമിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അറ്റാക്കർക്ക് ഒരു വിക്ടിമിൻ്റെ മെഷീനിലേക്ക് ഒരു ആക്സസ് കിട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെട്രോപെട്രോ എന്ന് പറയുന്ന ഷെല്ല് ഉപയോഗിച്ച് വിക്ടിമിൻ്റെ മെഷീനിലേക്ക് കടന്നു കയറി അവിടുത്തെ യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ് എല്ലാം നമ്മൾ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിനൊരു എക്സാമ്പിളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഷെല്ല് കിട്ടുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില കമ്പോണൻസ് ആണ്. അതിൽ ആദ്യത്തേതാണ് നെറ്റ്കാറ്റ്. നെറ്റ്കാറ്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൾട്ടിപർപ്പസ് ടൂളാണ്. നമുക്ക് UDP അല്ലെങ്കിൽ TCP ബോത്ത് UDP ആൻഡ് TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കൊരു ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും എല്ലാം നമുക്ക് നെറ്റ്കാറ്റ് ഉപയോഗിക്കാൻ പറ്റും. സോ നെറ്റ്കാറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നെറ്റ്കാറ്റ് ഉപയോഗിച്ച് നമുക്കൊരു പോർട്ട് നമ്പർ ഒരു പോർട്ട് നമ്പർ 40 നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഒരു വിക്ടിമിൻ്റെ മെഷീനിൽ നിന്ന് നമ്മുടെ മെഷീനിലേക്ക് കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റ്കാറ്റിനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് നമ്മളുടെ പർപ്പസ്. അതേപോലെ മൾട്ടി ഹാൻഡ്ലർ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പേലോഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൾട്ടി ഹാൻഡ്ലറിനെ കുറിച്ചാണ്. മൾട്ടി ഹാൻഡ്ലറും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു അറ്റാക്കറാണ്. നമുക്കിപ്പോൾ ഒരു വിക്ടിമിൻ്റെ മെഷീനിലേക്ക് ഒരു പേലോഡ് അയക്കണം. സോ ഈ പേലോഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ ഈ പേലോഡിനെ ക്ലിക്ക് ചെയ്യാൻ വിചാരിക്കുക, അപ്പോൾ പേലോഡ് എക്സിക്യൂട്ടായി. ഇപ്പോൾ വിക്ടിമിൻ്റെ മെഷീൻ അറ്റാക്കർക്ക് വേണ്ടി റെഡിയാണ്. സോ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അറ്റാക്കറുടെ മെഷീനിലേക്ക് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു മെഷീനിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ അറ്റാക്കറുടെ മെഷീനിലേക്ക് പോകുമ്പോൾ അറ്റാക്കർക്ക് ഇത് റിസീവ് ചെയ്യേണ്ടേ. അതിനുവേണ്ടിയാണ് നമ്മൾ മൾട്ടി ഹാൻഡ്ലർ ഉപയോഗിക്കുന്നത്. മൾട്ടി ഹാൻഡ്ലർ മോഡൽ ഓഫ് ദ മെറ്റാസ്പോർട്ട് ഫ്രെയിംവർക്ക് ഈസ് ദ സോക്കാറ്റ് ആൻഡ് നെറ്റ്കാറ്റ് യൂസ് ടു റിസീവ് റിവേഴ്സ് ഷെൽ. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. എപ്പോൾ ഒരു വിക്ടിം ഈ ഒരു പേലോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, വിക്ടിമിൻ്റെ മെഷീനിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന മൾട്ടി ഹാൻഡ്ലർ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് MSF വെനം. നമ്മൾ ഈ MSF വെനം ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്കമിങ് വീഡിയോസ് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം MSF വെനം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാ കാര്യവും അറിയേണ്ട ഒരു യൂണിവേഴ്സൽ കൺട്രോളർ പോലെയാണ് നമ്മളുടെ MSF വെനം. ഈ MSF വെനം ഉപയോഗിച്ച് നമുക്ക് പേലോഡ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ലിനക്സിനെ ബേസ് ചെയ്തിട്ടുള്ള പേലോഡ്, അല്ലെങ്കിൽ ആൻഡ്രോയിഡിനെ ബേസ് ചെയ്തിട്ടുള്ള പേലോഡ്, അതേപോലെ വിൻഡോസ് ബേസ് ചെയ്തിട്ടുള്ള പേലോഡ് തുടങ്ങിയ എല്ലാ പേലോഡ്സും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന MSF വെനം വെച്ച് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരു വിക്ടിമിൻ്റെ യൂസ് എന്ന് വെച്ചാൽ വിക്ടിമിൻ്റെ OS എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് OS ആണ്. ഓക്കെ, ഈ പറയുന്ന ആൻഡ്രോയിഡ് OSലോട്ട് നമുക്ക് APK ഫയലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ APK ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് MSF വെനം യൂസ് ചെയ്യാം. അതുപയോഗിച്ച് നമുക്കൊരു വൈറസ് അല്ലെങ്കിൽ malware.apk എന്ന് പറയുന്നൊരു ഫയൽ ഉണ്ടാക്കാൻ പറ്റും. സോ ഇത് നമുക്കൊരു മൾട്ടിപർപ്പസ് ടൂൾ തന്നെയാണ് ഈ പറയുന്ന MSF വെനം. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഷെൽസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് റിവേഴ്സ് ഷെല്ല്. എന്താണ് റിവേഴ്സ് ഷെൽ എന്ന് വെച്ചാൽ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു വിക്ടിമിൻ്റെ മെഷീനിൽ നിന്ന് അറ്റാക്കറിൻ്റെ മെഷീനിലോട്ട് കമ്മ്യൂണിക്കേഷൻ പോകണം. സോ ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് ഷെൽ ഉപയോഗിക്കുന്നത്. റിവേഴ്സ് ഷെൽ ആർ വെൻ ദ ടാർഗറ്റ് ഈസ് ഫോഴ്സ്ഡ് ടു എക്സിക്യൂട്ട് കോഡ് ദാറ്റ് കണക്ട് ബാക്ക് ടു യുവർ കമ്പ്യൂട്ടർ. അതായത് ഒരു പേലോഡ് അല്ലെങ്കിൽ ഒരു കോഡ് നമ്മുടെ വിക്ടിമിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മളുടെ വിക്ടിമിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. സോ ഈ പേലോഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇത് തിരിച്ച് അറ്റാക്കറിൻ്റെ സൈഡിലേക്ക് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യണം. ഇതിനാണ് റിവേഴ്സ് ഷെൽ എന്ന് പറയുന്നത്. ഓൺ യുവർ കമ്പ്യൂട്ടർ യു ഷുഡ് യൂസ് വൺ ഓഫ് ദ ടൂൾ മെൻഷൻ ഇൻ ദ പ്രീവിയസ് ടാസ്ക്. സോ ഇവിടെ പറഞ്ഞു വെച്ചാൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റ്കാറ്റ്. ഓക്കെ, നെറ്റ്കാറ്റോ അതല്ലെങ്കിൽ നമുക്ക് MSF അല്ലെങ്കിൽ നമുക്ക് മെട്രോപെറ്റർ ഉപയോഗിക്കാം. മെട്രോപെറ്റർ, ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു മെട്രോപെറ്ററോ അല്ലെങ്കിൽ മൾട്ടി ഹാൻഡ്ലർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന റിസീവർ റെഡിയാക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചിട്ടുള്ള മൾട്ടി ഹാൻഡ്ലർ, അതല്ലെങ്കിൽ നമ്മളുടെ നെറ്റ്കാറ്റ്,
തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ റിസീവർ സൈഡാണ്. ഓക്കെ, നമ്മളുടെ റിസീവർ സൈഡാണ്, അല്ലെങ്കിൽ അറ്റാക്കറിൻ്റെ സൈഡാണ്. സോ നമുക്ക് ഇനിയും വേണ്ടത് നമ്മളുടെ വിക്ടിമിൻ്റെ സൈഡ്. വിക്ടിമിൻ്റെ സൈഡിൽ എപ്പോഴാണോ ഒരു റിവേഴ്സ് ഷെല്ല് എക്സിക്യൂട്ട് ആവുന്നത്, അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം വരുന്നത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ റിസീവറിലേക്കാണ്, അല്ലെങ്കിൽ മൾട്ടി ഹാൻഡിലോട്ടോ നെറ്റ് കാലിലോട്ടൊക്കെയാണ്. സോ ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. നമുക്ക് നമ്മളുടെ ഇൻപുട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ആവുന്നത് എവിടെയായിരിക്കും? അത് വിക്ടിമിൻ്റെ സൈഡിലായിരിക്കും. ഇതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. ഇതിനുവേണ്ടിയാണ് നമ്മൾ റിവേഴ്സൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ബൈൻഡ് ഷെല്ലാണ്. ബൈൻഡ് ഷെൽ ആർ വെൻ ദ കോഡ് എക്സിക്യൂട്ട് ഓൺ ദ ടാർഗറ്റ് ഈസ് യൂസ് ടു സ്റ്റാർട്ട് എ ലിസണർ അറ്റാച്ച് ടു എ ഷെൽ ഡയറക്ട്ലി ഓൺ ദ ടാർഗറ്റ്. ഇവിടെ ബൈൻഡ് ഷെല്ല് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാനായിട്ട് വരും. ഒരു ഫയർവാൾ. ഓക്കെ, ഈ ഫയർവാൾ ഇൻകമ്മിങ് ആയിട്ടുള്ള പല കമ്മ്യൂണിക്കേഷനെയും പ്രൊജക്റ്റ് ചെയ്യും. എന്നാൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മാക് അഡ്രസ് അല്ലെങ്കിൽ ഒരു IP അഡ്രസ് ഇത് വരുന്ന കമ്മ്യൂണിക്കേഷനെ അത് പാസ് ചെയ്യും. ഇതാണ് ഒരു ഫയർവാളിൻ്റെ ആക്ടിവിറ്റി. ഇവിടെ ഫയർവാൾ നോക്കുന്നത് എന്താണ്? ഇൻകമ്മിങ് ആയിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസിനെയും അത് പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ബൈൻഡ് ഷെല്ല് വർക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഫയർവാൾ ഔട്ട് സൈഡിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിന് വെളിയിലേക്ക് പോകുന്ന ട്രാഫിക്കിനെ അത് മോണിറ്റർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവർക്ക് എപ്പോഴും സെക്യൂർ ചെയ്യേണ്ടത് എവിടെയാണ്? ഇൻസൈഡിനെയാണ് എപ്പോഴും സെക്യൂർ ചെയ്യേണ്ടത്. അപ്പോൾ വെളിയിലേക്ക് പോകുന്ന ട്രാഫിക്കിനെ അവരെന്തിന് സെക്യൂർ ചെയ്യണം? സോ ഇതാണ് നമ്മളുടെ ബൈൻഡ് ഷെല്ലിൻ്റെ ഉപയോഗം വരുന്നത്. കാരണം നമ്മളുടെ അറ്റാക്കർ, ഇൻ കേസ് അറ്റാക്കർ ഒരു സെർവറിനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിവിടെ ഇപ്പോൾ ഒരു നെറ്റ് കാറ്റ് വെച്ചിട്ട് ഒരു പോർട്ട് നമ്പർ 444 കമ്മ്യൂണിക്കേഷൻ വരാൻ വേണ്ടി ലിസൺ ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ ലിസൺ ചെയ്യുന്ന സമയത്താണ് സെർവറിനെ നമ്മൾ ട്രിക്ക് ചെയ്തിട്ട് സെർവറിനെ കൊണ്ട് നമ്മളുടെ അറ്റാക്കറിൻ്റെ IP അഡ്രസ്സിലോട്ട് ഈ പറയുന്ന പോർട്ട് നമ്പർ 444ലേക്ക് കമ്മ്യൂണിക്കേഷൻ അയക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ ബൈൻഡ് ഷെല്ലിൻ്റെ ഉപയോഗം. സോ ഇവിടെ നമ്മൾ സെർവറിനെ ട്രിക്ക് ചെയ്യുകയാണ്. ട്രിക്ക് സെർവർ ഇൻറ്റു റണ്ണിങ് എ കമാൻഡ് ദാറ്റ് സേസ് ഓപ്പൺ ഡോർ ഓൺ പോർട്ട് നമ്പർ 444. സോ ഇവിടെ നമുക്ക് ഈ ഒരു സെർവറിലേക്ക് ഇതിനെ ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഓപ്പറേഷൻ ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന IP-ലോട്ട് ഇന്ന പോർട്ടിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോകണമെന്ന് അത് ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇതിനെ ബൈൻഡ് ഷെൽ എന്ന് പറയാൻ കാരണം. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ നെറ്റ് കാറ്റിൻ്റെ സിൻടാക്സ്. സോ ഇത് നിങ്ങളുടെ ബുക്കിലേക്ക് നിങ്ങൾ ഇത് റൈറ്റ് അപ്പ് ചെയ്യണം, കാരണം ഇത് നമ്മൾ റീകോൾ ചെയ്യേണ്ടതാണ്. സോ നെറ്റ് കാറ്റിൻ്റെ സിൻടാക്സ് എന്ന് വെച്ചാൽ NC എന്ന് വെച്ചാൽ നെറ്റ് കാറ്റ്. സോ പിന്നീട് -LVNP, പിന്നെ പോർട്ട് നമ്പർ, അതായത് പോർട്ട് നമ്പർ 444 ഇങ്ങനെ നമുക്ക് കൊടുക്കാം. സോ NC -LVNP പോർട്ട് നമ്പർ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നെറ്റ് കാറ്റ് ഈ ഒരു 4444 എന്ന പോർട്ടിലോട്ട് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇത് എപ്പോഴും ലിസണിങ് ആണ്. ഇതിലേക്ക് എപ്പോൾ കമ്മ്യൂണിക്കേഷൻ വരുമെന്ന് നോക്കിയിരിക്കുകയാണ് നെറ്റ് കാറ്റ് ഇപ്പോൾ. സോ നമ്മൾ ഇതിനെ ഒരു കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു മോണിറ്ററിങ് പർപ്പസിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിരിക്കുകയാണ്. ഈ -LVNP എന്ന് വെച്ചാൽ, ഇവിടെ L എന്ന് വെച്ചാൽ ഇതിനെ ഒരു ലിസണിങ് മോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മളുടെ ഈ നെറ്റ് കാറ്റിനെ ഒരു ലിസണിങ് മോഡിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ് -L എന്ന് വെച്ചാൽ. എന്നാൽ -V എന്ന് വെച്ചാൽ വെർബ്രോസ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു റിക്വസ്റ്റ് വെർബ്രോസ് ഔട്ട്പുട്ട്, അതായത് അഡ്വാൻസ് ഔട്ട്പുട്ട് റിസീവ് ചെയ്യാൻ വേണ്ടി ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി -N എന്ന് വെച്ചാൽ ടെൽ നെറ്റ് കാറ്റ് നോട്ട് ടു റിസോൾവ് ഹോസ്റ്റ് നെയിം ഓർ യൂസ് DNS. സോ നമുക്കിവിടെ DNS എന്ന് വെച്ചാൽ ഡൊമൈൻ നെയിം സെർവർ. നമുക്ക് ഡൊമൈൻസിൻ്റെ നെയിംസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്കിതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല, അതായത് നമുക്കിതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഒരു ഡൊമൈൻ നെയിം സെർച്ച് ചെയ്യാൻ ട്രൈ ഹാക്ക് മീ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു DNS ഇപ്പോഴാണ് ഇതിൻ്റെ IP അഡ്രസ്സ് ഫെച്ച് ചെയ്യുന്നത്. ഈ ട്രൈ ഹാക്ക് മീയുടെ IP അഡ്രസ്സ് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. നമുക്കിതിൻ്റെ ഒന്നും അവിടെ ആവശ്യം വരാത്തതുകൊണ്ടാണ് അതിനെ ഡിസേബിൾ ചെയ്തിരിക്കുന്നത്. പിന്നെ -P എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റ് ദ പോർട്ട് സ്പെസിഫിക്കേഷൻ വിത്ത് ദ ഫ്ലോ, അതായത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പോർട്ടിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പോർട്ട് ഏതാണെന്ന് മെൻഷൻ ചെയ്യുന്നതാണ് 444. സോ നമ്മുടെ -P. എന്നാൽ നമുക്ക് ഈ -LVNP ഇതിനെ നമുക്ക് എങ്ങനെ വെള്ളം എഴുതാം?
അതായത് നമുക്ക് NC മൈനസ് LNBP എന്നോ മൈനസ് LPNB എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇതിനൊരു ഓർഡർ ഇല്ല. കാരണം ഈ കണ്ടൻസ് എല്ലാം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇത് എങ്ങനെയായാലും നമുക്ക് ടാർഗറ്റ് ഓക്കെ ആയാൽ മതി. ഇതാണ് നമ്മളുടെ നെറ്റ്കാറ്റിൻ്റെ ഒരു കോൺഫിഗറേഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു റിവേഴ്സ് ഷെല്ല്, നമുക്കൊരു ടാർഗറ്റിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണ്. സോ ഇവിടെ റിവേഴ്സ് ഷെല്ല് ഉണ്ട്. ഈ ഷെല്ലിൽ അവർ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നെറ്റ്കാറ്റ് ഇവിടെ ലിസണിങ് ആയിരിക്കണം. കാരണം ഇവർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലിസൺ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും നെറ്റ്കാറ്റ് വെച്ച് ഒരു പോർട്ട് നമ്പറിലേക്ക് ഇത് കോൺഫിഗർ ചെയ്തിട്ടുണ്ടാവണം. സോ ഇതേ പേരോഡിൽ നമ്മൾ പറയും, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന IP അഡ്രസ് ഇതാണ്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പോർട്ട് നമ്പർ ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്യും. സോ പിന്നീടാണ് നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നത്. സോ വിക്ടിം എപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ തന്നെ ഈ ഒരു ലിസണിങ്ങിലേക്ക് ഇത് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇതാണ് നെറ്റ്കാറ്റിൻ്റെ യൂസേജ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് പേലോഡ്. ഓക്കെ, MSF venom -P പേലോഡ്. സോ ഇവിടെ നമ്മൾ MSF venomത്തെക്കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ MSF venom ടൈപ്പ് ചെയ്തതിന് ശേഷം -P കൊടുക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പേലോഡിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്നതാണ് അതിൻ്റെ പാത്ത്. Windows 64 ഷെൽ റിവേഴ്സ് TCP. ഈ റിവേഴ്സ് TCP എന്ന് പറയുന്ന നമ്മൾ പറയുന്ന പേലോഡ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ -F -F എന്ന് വെച്ചാൽ ഫയൽ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് EXE ആണ്. സോ അതേപോലെ നമുക്ക് റൈറ്റ് ചെയ്യാൻ പോകുന്ന ഫയൽ നമ്മൾ പേരോട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പേര് കൊടുക്കണമല്ലോ, അതിനോട് പേരാണ് -O കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന് നമുക്ക് വേണ്ട പേരിൽ സേവ് ചെയ്യാൻ പറ്റും. shell.exe സേവ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പേരിൽ വേണമെങ്കിലും സേവ് ചെയ്യാം. shell.exe എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നമ്മൾ -O കൊടുക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് lhost, അതായത് ഇവിടെ ഈ പേലോഡ് ലിസൺ ചെയ്യാൻ പോകുന്ന IP അഡ്രസ് അതെന്താണെന്ന് മെൻഷൻ ചെയ്യണം. അതായത് ഏത് IPയിലേക്കാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, സോ ഏത് പോർട്ട് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പേലോഡിൽ മെൻഷൻ ചെയ്യണം. അതായത് റിവേഴ്സ് TCP നമ്മൾ ഇതെല്ലാം മെൻഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഹാൻഡലറിലേക്ക് ഇത് കമ്മ്യൂണിക്കേഷൻ വിടുകയുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ മൾട്ടി ഹാൻഡലർ. സോ ഈ മൾട്ടി ഹാൻഡലർ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പേരോട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ പേരോട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് അയച്ചു കൊടുക്കും. എന്നാൽ അയച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് മൾട്ടി ഹാൻഡലർ അവിടെ സെറ്റ് ചെയ്യണം. സോ മൾട്ടി ഹാൻഡലർ ചെയ്തത് എന്താണെന്ന് നോക്കൂ. ഇവിടെ നമ്മൾ MSF venom ഉപയോഗിച്ച് നമ്മൾ സെർച്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് സെർച്ച് ചെയ്യാം, സെർച്ച് മൾട്ടി ഹാൻഡലർ. അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് യൂസ് കൊടുത്തതിനെ യൂസ് ചെയ്യാം. പിന്നീട് അതിനെ നമ്മൾ കോൺഫിഗർ ചെയ്യുകയാണ്. ഈ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോഴത്തേന് അതത്ര കോംപ്ലക്സിറ്റി ഉള്ളതൊന്നുമല്ല. പ്രീവിയസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ lhostനെയും lportനെയൊക്കെ കോൺഫിഗർ ചെയ്തില്ലേ, അതേപോലെ നമുക്ക് വേണ്ട IP അഡ്രസ്സ്, നമ്മുടെ ടാർഗറ്റിൻ്റെ IP അഡ്രസ്സ് എന്താണോ, അതേപോലെ നമ്മളുടെ അറ്റാക്കറിൻ്റെ IP അഡ്രസ്സ് എന്താണോ അത് കൊടുക്കാം. അതേപോലെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പോർട്ട് എന്താണോ അത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതേ IP തന്നെ ആയിരിക്കണം നമ്മൾ നമ്മളുടെ പേരോഡിൽ കൊടുത്തിട്ടുണ്ടാവേണ്ടത്. എങ്കിൽ മാത്രം നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ തിരിച്ച് നമ്മുടെ അടുത്തോട്ട് വരികയുള്ളൂ. സോ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇവിടെ റൺ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് അല്ലെങ്കിൽ എക്സ്പോർട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളുടെ മെഷീനിലോട്ട് ഒരു റിവേഴ്സ് കമ്മ്യൂണിക്കേഷൻ വന്നിരിക്കുകയാണ്. അതായത് ഇത് നോക്കൂ, നമ്മളുടെ മെഷീനിലോട്ട് വിക്ടിമിൻ്റെ മെഷീൻ്റെ കമ്മ്യൂണിക്കേഷൻ വന്നിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് കാണുന്നത് എന്താണ്, വിക്ടിമിൻ്റെ മെഷീനാണ്, നമ്മളുടെ മെഷീനല്ല. സോ ഇതാണ് ഈ പറയുന്ന ഷെല്ലിൻ്റെയും അതേപോലെയുള്ള ഹാൻഡിൽസിൻ്റെയും ഉപയോഗം. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഇനി വരുന്ന പ്രാക്ടിക്കൽ സെഷൻ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.